എങ്ങനത്തെ പണ്ഡിതന്മാർ അവർ ഓവറാവരുത്. ഗാലി ഫീഹി, അങ്ങോട്ട് ഓവറായിട്ട് അങ്ങോട്ട് പറയുക. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അമ്പിയാക്കന്മാരെക്കാളൊക്കെ ഭയങ്കര സ്ഥാനത്താന്നൊക്കെ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. യാ റബ്ബേ, ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. മടവൂർ ഷേഖ് തങ്ങളവർ അങ്ങോട്ട് പറയുന്നത് എന്താ പറയേണ്ടതെന്ന് അറിയാതെ, അപ്പോൾ തൊപ്പിയും തല്ലിക്കെട്ടൊക്കെ പഠിച്ചോനെ ഇതൊക്കെ നല്ല വിവരമുള്ള മനുഷ്യന്മാരല്ലേ പറയണമെന്ന് തോന്നിപ്പോകും സാധാരണക്കാർക്ക്. ഗാലി, അത് ഒലുവാണ്, ഒരിക്കലും പറയാൻ പാടില്ല. ഒരു മനുഷ്യൻ സ്വർഗത്തിലാണ് എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച സ്വഹാബികൾ, അവിടുന്ന് ബിഷാറത്ത് ചെയ്തു വന്ന ആളുകളെക്കുറിച്ച് മാത്രമേ ജസ്മൻ ഉറപ്പായിട്ടും അവർ സ്വർഗത്തിലാണ് എന്ന് നമുക്ക് പറയാൻ പാടുള്ളൂ. അല്ലാത്തൗലിയ നമ്മുടെ അഖീദയും നമ്മുടെ ശരീഅത്തും അതാ പഠിപ്പിക്കുന്നത്. അല്ലാത്തവരെ സ്വർഗത്തിലേക്കുള്ളവരാണെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അങ്ങനെ പറയാൻ പാടുള്ളൂ. കാരണം സ്വർഗത്തിലാണ് എന്നത് ഗൈബായൊരു വിവരമാണ്. ഗൈബ് കിട്ടണമെങ്കിൽ വഹി വേണം. ഒരാൾക്ക് ബോധ്യപ്പെട്ടു വിചാരിക്കുക, ആൾക്ക് ബോധ്യപ്പെട്ടത് അവിടെ നിന്നോട്ടെ, അത് അവർക്ക് ബാധകമാണ്. നേരെ മറിച്ച് നമ്മൾ ഉറപ്പിച്ചിട്ട് ഇന്നയാൾ സ്വർഗത്തിലാണ്, അവർ സ്വർഗത്തിൽ ഇന്ന സ്ഥാനത്താണ്, ഇതൊന്നും നമുക്ക് പറയാൻ അധികാരമില്ല. അവർ സ്വർഗത്തിലായിരിക്കും, പക്ഷേ നമുക്കത് ഉറപ്പിച്ച് പറയാൻ ശർഅൻ അനുവാദമില്ല. അവർക്ക് സ്വർഗം നൽകട്ടെ എന്ന് നമ്മൾ ദുആ ഇറക്കാൻ വേണം. അവർക്കും നമുക്കും ഒരുമിച്ച് അല്ലാഹു സ്വർഗം നൽകട്ടെ എന്ന് പറയാം, അങ്ങനെ ദുആ ഇറക്കാം. നേരെ മറിച്ച് അവരാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്നത്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അപകടമാണത്. നമ്മുടെ അഖീദ എന്താണെന്ന് മനസ്സിലാകാതെ എന്നിട്ട് ഉലുവ്, അതന്നെ ഈ ഉലുവ് എന്ന് പറയാം, ഓവറാവുക. 210 310 ഡിഗ്രിയിലൊക്കെയാണ് പോണത്, 100ലൊന്നുമല്ല. അങ്ങനെയൊന്നും പാടില്ല. ഇസ്തിഗ്ഫാർ ചെയ്യണം, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. അങ്ങനെ പറഞ്ഞു പോയി ഒരാളെ സംബന്ധിച്ച് നമ്മൾ പറയാൻ പാടില്ല. അവർ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആളുകളായിരിക്കാം, അവർ അള്ളാഹുവിൻ്റെ വലിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ടവരാണ്. അത് മതി. അതിനപ്പുറത്തേക്ക് അവരാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടുന്ന് വിവരം കിട്ടി, നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് പബ്ലിക്കിനോട് പറയാൻ പറ്റില്ല. നിങ്ങൾക്കങ്ങനെ അറിവുണ്ടോ, നിങ്ങൾ വിശ്വസിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്കങ്ങനെ ബോധമുണ്ടോ, നടന്നോളൂ, പക്ഷേ ഇത് പറയാൻ പാടില്ല. നമ്മുടെ അഖീദയെ ബാധിക്കും, നമ്മുടെ ഈമാനത് ബാധിക്കും. ഉലുവ് പാടില്ല. അങ്ങനത്തെ ഉലുവ് ഓവറായിട്ട് പറയുന്ന ആൾക്കാർ അവരെ ബഹുമാനിക്കേണ്ടതുമില്ല എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. വൽ ജാഫി അൻഹു, ചിലർ ഖുർആൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് അകന്ന് ജീവിക്കാൻ, അതനുസരിച്ച് ജീവിക്കുന്നേ ഇല്ല. ഖുർആൻ അനുസരിച്ച് പഠിച്ചിട്ടുണ്ട് പക്ഷേ ആൾക്ക് ഖുർആൻ അനുസരിച്ചുള്ള ജീവിതമില്ല. അങ്ങനത്തെ ആളാണ്, അവരെയും ബഹുമാനിക്കേണ്ടതില്ല. പക്ഷേ അതിനിടയിൽ മിതമായ രീതിയിൽ ഖുർആനും ഹദീസും പറയുന്ന പോലെ ജീവിക്കുന്ന ഹാമിലുൽ ഖുർആൻ, ഖുർആൻ പഠിക്കുന്ന ആളുകൾ, ഖുർആൻ്റെ ഹാഫിദീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, ഉസ്താദുമാർ, മുദരിസുമാർ, നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാർ, ഇവരൊക്കെ ഹാമിലുൽ ഖുർആനികളാണ്. അവരൊക്കെ ബഹുമാനിക്കുന്നത് ഇന്ന മിൻ ഇജ്ലാലില്ലാഹ്, അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു വ ഇക്റാമ ദിസ്സുൽത്താനിൽ മുഖ്സിത്ത്, നീതിമാനായ ഒരു ഭരണാധികാരിയെ ബഹുമാനിക്കുന്നതും, നീതിമാനായ ഒരു ഭരണാധികാരിയെ ബഹുമാനിക്കുന്നതും അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഇവിടുത്തെ ഷെയ്ഖ് സായിദ് റഹിമഹുല്ലാഹ്